അഞ്ചിന്റെ എൻഗേജ്മെന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞങ്ങൾ അതിൽ കുറെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പക്ഷെ അത് ഞങ്ങൾ ഷോർട്സ് ആയിട്ട് തന്നെ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ ഷോർട്സിൽ കാണാൻ പറ്റുക. അപ്പൊ അഞ്ചിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനൊന്നുള്ള സമയമില്ല. അടുത്ത് തന്നെ ഷാമിന്റെ എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. അഞ്ചിന്റെ പ്രിപ്പറേഷൻസിന്റെ കൂടെ തന്നെ ഒരുവിധമൊക്കെ എന്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പറയാനുള്ളത് അതെ, ഇവളെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യൻ കൂട്ടത്തിൽ തന്നെ കൊടുത്തതായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ ഡ്രസ്സ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ബാക്കി ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ. ഡ്രസ്സ് ഡ്രസ്സ് ആദ്യം തന്നെ കാണിച്ചു തരാം. സർപ്രൈസ് ആട്ടോ. ഡ്രസ്സ് അവള് സർപ്രൈസ് ആയിട്ടേ കാണിച്ചു തരുള്ളൂ. നിങ്ങൾക്ക് ചെറുതായിട്ട് ഇപ്പൊ കാണിച്ചു തരാന്നാ പറയുന്നത്. എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്റെ കളറൊക്കെ ഏകദേശം എങ്ങനെയാണെന്ന് കാണിച്ചു തരാന്നുള്ളത്. ഷാമി എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ തന്നെ ആയി കിട്ടിയ മുകളിലാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ഇതിനനുസരിച്ച് ഇതാണ് അതിന്റെ കളർ കേട്ടോ. ഇതിന്റെ ഫുൾ ഡ്രസ് ഞാൻ അന്ന് നിങ്ങൾക്ക് എൻഗേജ്മെന്റിന് അന്ന് ഞാൻ കാണിച്ചു. ഷാമി നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരും. എനിക്ക് അതിന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വിചാരിച്ച ആ ഡ്രസ് ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ കാണണം എന്നൊക്കെയുള്ള. ഇപ്പൊ തന്നെ കാണിച്ചിട്ട് അതിന്റെ ഒരു ത്രില്ല് കളയണ്ടല്ലോ. ഇനി നമ്മൾ ഇതുകൊണ്ട് വേണം നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ തപ്പാൻ വേണ്ടി പോകാം. അതാണ് ഇന്നത്തെ മെയിൻ പണി, ഓർണമെന്റ്സ് എടുക്കുക. അതിന് വേണ്ടിട്ട് അതാ ഞങ്ങള് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ കുറെ കടയിൽ കേറി നോക്കി ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ ഒരുപാട് സാധനങ്ങൾ മെസ്സാണ് മൊത്തം. അത് നമ്മള് മൊത്തം ഇങ്ങനെ നിരത്തിയിട്ടാട്ടോ. കാരണം നമുക്ക് എന്തൊക്കെയാ കിട്ടിയത്, എന്തൊക്കെയാ ഇനി ലിസ്റ്റിൽ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി മൊത്തം ഇവിടെ നിരത്തി വെച്ചതാണ്. ചെരുപ്പൊക്കെ വാങ്ങിച്ചു. അത് അഞ്ചിന്റെ കൂടെ തന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. അതൊക്കെ ഞങ്ങള് പോയ സമയത്ത് കറക്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ട്. അപ്പൊ ചെരുപ്പ് നല്ല ഭംഗിയുണ്ട്. ചെരുപ്പ് ഇവിടെ ചെരുപ്പ് എടുത്തിട്ട് വരാം. ആമീൻ ചെരുപ്പ് എടുത്ത് വന്ന് നോക്കട്ടെ. നല്ല ഗോൾഡൻ കളർ. അത് കണ്ടോ? അല്ല, അത് അതിന്റെ ഉള്ളിൽ ഇട്ടാ കാണൂല. അപ്പൊ ഇതിപ്പോ കാണിച്ചു. നല്ല ഭംഗിണ്ട്. ആ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറില് അത്ര ചിന്തിച്ചില്ല. പക്ഷെ അന്ന് എടുക്കുമ്പോ നമ്മൾ വിചാരിച്ചില്ല. നല്ല ആന്റിക് ഷെയ്ഡിലാ വരുന്നത്. നല്ല ഭംഗിണ്ട്. ആ ഒരു ഷെയ്ഡ് പോലെ തന്നെ ഉണ്ട്. കുറെ ഇങ്ങനെ ഗ്ലിറ്ററി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കംഫർട്ട് ആട്ടോ ഇതിട്ടാന്. ഇത് വലിയ ഹീൽസ് ഇല്ലേ, ചെറിയൊരു ഹീൽസ് ഉള്ളൂ. അന്ന് നമ്മൾ ഭയങ്കര വലിയ ഹീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഇടരുത്. എന്റെ ഒരു അഭിപ്രായത്തിൽ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഫുള്ള് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഴയുണ്ട്. അപ്പൊ മഴേന്റെ കൂട്ടത്തില് ലെഹങ്ക താഴെ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ലെഹങ്ക ഒരഞ്ഞ് മൊത്തം കാല് മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീൽസ് നമ്മള് മാക്സിമം ഇടാതിരിക്കും. അതെ, കംഫർട്ടബിൾ ആയിട്ടുള്ള. അതിനിപ്പോ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഷൂ ഒക്കെ ഉണ്ട്. കല്യാണത്തിന് അങ്ങനെ എന്താക്കിയ ശരി നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ച ഷൂ ഒക്കെ ഇപ്പൊ കിട്ടും. പിന്നെ നമുക്ക് ഇപ്പൊ നേരെ ഇറങ്ങിയിട്ട് എനിക്കുള്ള ഓർണമെന്റ്സ് നോക്കണം. പിന്നെ മെഹന്തിക്ക് ഇടാനുള്ള ഒരു ഡ്രസ്സ് തപ്പണം. ഷാമി മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു അറബിക് ലുക്കാണ് ഷാമിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാമി ഇത് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തൂങ്ങുന്ന അങ്ങനത്തെ ചുട്ടിയില്ലേ, അങ്ങനെ എന്തോ പറയാ, ചെരിച്ചുട്ടി സൈഡിൽ ഇങ്ങനെ വെക്കുന്ന അതൊക്കെയാണ് ഇവര് പറയുന്നത്. നല്ല ഭംഗി ഉണ്ടാവും. ബോളിവുഡ് ടൈപ്പിലൊക്കെ എനിക്കതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഡ്രസ്സ് കുറച്ച് ഹെവി ആയിട്ടാണ്. അതാണ് കാരണം. ആ ഡ്രസ്സിനോട് ഈ സാധനമാണ് മാച്ച് ആയി പോവുക. ഡ്രസ്സേ അറബിക്കാണ്. ഞാൻ എടുത്തിരിക്കും. തീരെ സമയമില്ല ഗൈസ്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി ഓർണമെന്റ്സ് നോക്കാൻ വേണ്ടി ഇറങ്ങാം. സല്ലു വരുന്നില്ല ഗൈസ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇറങ്ങുന്നത്. അവനിവിടെ എഡിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും പോയിട്ടാണ് ഇന്ന് ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ആക്കാൻ പോകുന്നത്. ഇറങ്ങില്ലേ ഗൈസ്? നമ്മളിതപ്പോ ഫസ്റ്റ് പോകുന്നത് ഷാമിക്ക് ആ ഡ്രസ്സിന് പറ്റിയിട്ടുള്ള ജ്വല്ലറി നോക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്കൊക്കെ കടക്കുള്ളൂ കേട്ടോ. പക്ഷെ നല്ല മഴയാണ്. അയ്യോ, ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇന്റെ പ്രോഗ്രാമിന് നമ്മള് മഴ ഉണ്ടാവരുതേ പ്രാർത്ഥിച്ചിട്ട് ഒരുവിധം നല്ല മഴ ഉണ്ട്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തില്ല, അതിന്റെ ഉള്ളിലായതുകൊണ്ടല്ലോ. എന്നാലും നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഔട്ട്ഡോർ ഒക്കെ വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ ആദ്യം നേരത്തെ മുൻകൂട്ടി കണ്ട് മഴ വേണ്ട സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫോട്ടോസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മഴ കാരണം വിചാരിച്ചത്ര രീതിയിൽ കിട്ടിയില്ല. ഇനി ഇവളതിനെങ്കിലും തീരെ മഴ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇന്ത്യതൊക്കെ ആകുമ്പോഴത്തേക്കും കർക്കിടകം 10 കഴിയും. മലയാള മാസം വരെ ഓർത്ത് വെക്കാൻ തുടങ്ങിയത് എൻഗേജ്മെന്റ് വന്നപ്പോഴല്ലേ. കർക്കിടകത്തിൽ നല്ല മഴയാണല്ലോ, അതാ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ടൗണിലേക്ക് നമ്മള് ആ റെന്റലിന്റെ ഷോപ്പിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഫസ്റ്റ് നമുക്ക് അഞ്ചിന്റെ ഓർണമെന്റ്സ് മടക്കി കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ വേറെ എടുക്കാൻ നോക്കണം. അതെ, അത് ഇവരെന്തൊക്കെയോ ഉള്ളിൽ കണ്ടു വെച്ചിട്ടുണ്ട് ഡിസൈൻസ്. ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ട് ഷാമിന് എങ്ങനെ ഒരുക്കണം എന്നുള്ളത്. നല്ല ഹെവി ആയിരിക്കും. അതായത് നല്ല, അത് ശരിക്കും അറബ് ബ്രൈഡ്, അറേബ്യൻ ബ്രൈഡ് എന്ന് പറയുന്ന സമയത്ത്
അത്ര ഹെവി ആയിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഓക്ക് ഈ ഡ്രസ്സ് കുറച്ച് ഹെവി ആയതുകൊണ്ട് മേക്കപ്പും കുറച്ചൊന്ന് സട്ടിലായിട്ട് നല്ല ലിപ്സ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അപ്പൊ നമുക്ക് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എടുക്കാം. അങ്ങനെ നമ്മളിതേ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. നമ്മുടെ അമ്മന്റെയും പിന്നെ മമ്മീന്റെയും ഡ്രസ്സ് ഉണ്ട്. ഓർക്ക് അന്ന് പ്രോഗ്രാമിന്റെ ദിവസം ഇടാനുള്ള സാരി ഉണ്ട്. അപ്പൊ അതിന്റെ ബ്ലൗസ് അടിക്കാൻ വേണ്ടി അതുകൂടെ നമ്മൾ കയ്യിലെടുക്കുന്നു കേട്ടോ. ഫസ്റ്റ് ഇത് കൊടുക്കാല്ലേ ഷാമി? അപ്പൊ ഫസ്റ്റ് ഇത് കൊടുത്തിട്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഞങ്ങൾ വലിയ കൊടയൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പൊ ഫസ്റ്റ് ഇത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഓർണമെന്റ്സ് നോക്കാൻ പോവാം. ഗൈസ് നമ്മളിപ്പോൾ ഇത് ജ്വല്ലറി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിതാ അഞ്ച് ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വിചാരിച്ച പോലത്തെ സാധനമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇവര് ഭയങ്കര ഹെവിയാണ്. ഞങ്ങൾ പക്ക അറബ് ലുക്ക് തന്നെയാണ്. ഒരു അറബിക് ലുക്കാണ് വിചാരിക്കുന്നത്. ഞാനും അതേപോലൊക്കെ തന്നെ. പക്ഷെ അത്ര ഓവർ ആവണമെന്ന് നമുക്ക് നോക്കാം. കാര്യം അവക്ക് ഡ്രസ്സിന് ഇവിടെ ഫുള്ള് നെക്കിലൊക്കെ നല്ല വർക്ക് ഉണ്ട്. പക്ഷെ എന്നാലും അതിനോടും കൂടി ഒന്ന് ഭംഗിയിൽ നിൽക്കുന്ന ഒരു സാധനം വേണം. അപ്പൊ നമുക്ക് ഉണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടെയുള്ള കളക്ഷൻ. ഇതെല്ലാം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ ഇടയിൽ നിന്ന് വേണം ഷാമിക്ക് പറ്റിയത് നമ്മൾ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നോക്കി, അഞ്ചിക്ക് ഈ ഒരു ഡിസൈന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഷാമിക്ക് അങ്ങനത്തെ ഒരു വർക്കുള്ളത് തന്നെ അവളെ നോക്കുന്നത്. നമുക്ക് എന്തായാലും നല്ലോണം നോക്കി നോക്കാം. എനിക്ക് വന്ന അതേ സ്ഥലത്തുള്ള ഷാമി ഇത് അവളുടെ ട്രൈ ചെയ്ത് നോക്കുന്നു. അതേ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് ഡിമ്മാണോ? അല്ല അതല്ല, സാധനം തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലേ? ഭയങ്കര ഡാർക്ക് ആയി കഴിഞ്ഞാലും രസം ഉണ്ടാവുമോ? ഭയങ്കര ഡാർക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്ന നന്നാവുക. വൈറ്റ് സ്റ്റോൺ വരുന്ന രസം. വൈറ്റ് സ്റ്റോണും ഗോൾഡനും രസം ഉണ്ടാവും. കളറിനെ വെച്ച് നോക്കിയ ഡ്രസ്സ് മൊത്തം കാണിച്ചത് ഇത് കണ്ടില്ല. ഇവിടെ ചെറുതായിട്ട് വർക്ക് ഉണ്ട്. പക്ഷെ ചെറുതായിട്ടേ ഉള്ളൂ. വേറൊരു വർക്ക് ഇതല്ല ഡ്രസ്സ്. ഇതിന്റെ മുകളിൽ ഒരു ഗൗണ് വരുന്നത്. രസമുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള നോക്കിക്കൂടെ? നമുക്ക് വേറെ ഡിസൈനും കൂടെ നോക്കി നോക്കാം, എന്നിട്ട് ഫൈനലൈസ് ചെയ്താൽ നമുക്ക് രസം ഉണ്ടാവുമോ? എനിക്ക് ബ്രൗൺ ആയതുകൊണ്ടേ അതിന്റെ പിങ്ക് ഷെയ്ഡുള്ള ഒരു സ്റ്റോൺ ഉള്ള ഒരു നെക്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രീന് ചിലപ്പോ രസം നമ്മൾ വെച്ച് നോക്കേണ്ടി വരും. എനിക്ക് തോന്നി ഗ്രീന് നേരത്തെക്കാട്ടും അതായത് കുറച്ച് കോൺട്രാസ്റ്റ് ആയി വരുമ്പോ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ലേ? ബ്ലാക്കിന്റെ കൂടെ എന്ത് വെച്ചാലും ഭംഗിയാ. രസമുണ്ട്. ഇങ്ങനെ തൊങ്ങലായിട്ട് വരുന്നത് എനിക്ക് എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഈ ഒരു മോഡല് ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതാണ് ഇതിപ്പോ വെച്ച് നോക്കിയപ്പം നമുക്ക് കുറച്ചും കൂടെ അത് പക്ഷെ കുറച്ച് സിമ്പിളാ. ഇത് പക്ഷെ ഈ മാല കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു മാച്ച് ഇല്ലായ്മ തോന്നുന്നു. അതൊക്കെ രസമുണ്ട്. രസമില്ലെന്ന് പറയാൻ പറ്റില്ല. രസമുണ്ട്. അഞ്ജീനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. അഞ്ജി ഒന്നും ഹെവി സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കെന്താ അറിയോ, ഞാൻ ആ നെറ്റിച്ചുട്ടി വെച്ച് നോക്കാനാ വെയിറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിട്ട്. ഡ്രസ്സ് കറങ്ങും. ഇപ്പൊ കാണിച്ചു തരൂല. നമ്മൾ നേരത്തെ കണ്ട ആഷ് സ്റ്റോൺസ് ഉള്ള ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. കുറച്ച് സിമ്പിൾ ആണ്. സ്റ്റോണ് കാണാൻ രസമുണ്ട്. വേണേ ഒരു സേഫ്റ്റിക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നല്ല രസമല്ലേ കാണാൻ? എന്ത് ഭംഗിയാന്ന് പറയാം. അതിന്റെ സ്റ്റോൺസ് നോക്കിയേ. പക്ഷെ രസമുണ്ട്. നോക്കുന്നോ? വേണ്ട, അത്രയും വലിയ സ്റ്റോൺ വേണ്ട. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോ അതാ വെച്ച് നോക്കണം. നോക്കട്ടെ. ഇത് രസമുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഹെവി ആയിക്കൂടെ നമുക്ക്? നല്ല രസം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അയ്യോ അത് രസല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ വന്നത് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ചെറുതായിട്ട് അല്ലേ? നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായി. ഇത് സൈഡിലെ ചുട്ടി,
ഇത് സെന്ററിലെ ചുട്ടി നല്ല രസം. ഇതൊന്നും ഇടുമെന്ന് ഉറപ്പില്ല, പക്ഷെ സൈഡത്തെ എന്തായാലും ഇടണം. എന്തായാലും എടുത്തു വെക്കുന്നുണ്ട്. ഇവർക്ക് ഇത് ഇടണം നിർബന്ധം. അത് ഈ ഒരു ഡ്രസ്സിന് നല്ല മാച്ചാണ്, അതിനോട് അത് എന്തായാലും ഇടണം. ഞാൻ ഇവർക്ക് വിട്ടുകൊടുത്തതാ. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും ഈ മാല ഫിക്സ് ചെയ്തു, ഈ ഇയറിംഗും ഫിക്സ് ചെയ്തു. ഇത് രണ്ടും കൂടെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ആ ഡ്രസ്സിന് ഇട്ട് നോക്കി, അപ്പൊ തന്നെ നല്ല രസമുണ്ട്. ഇനിയിപ്പോ സൈഡിലേക്കുള്ള ആ ഒരു ചുട്ടി വരണം. നമ്മളിവിടെ 2-3 മോഡൽ നോക്കി വെച്ചിട്ടുണ്ട്. നിർബന്ധമാണ്, അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പൊ 2-3 സൈഡ് ചുട്ടി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെന്റർ ഇവിടെ ഒരു ചുട്ടി വരണ്ടേ, എല്ലാം കൂടെ എന്റെ തല മറക്കണം. അപ്പൊ ആ ഒരു ചുട്ടിയും കൂടെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ കേട്ടോ ഇനി എടുക്കാനുള്ളത്. ഇത് രണ്ടും ഓക്കെ. അത് 2 ഫിക്സ്. നമ്മൾ സൈഡ് ചുട്ടിയായിട്ട് ഇതും പിന്നെ സെന്ററിൽ വെക്കാനുള്ള ചുട്ടിയായിട്ട് ഇതുമായിരുന്നു നോക്കി വെച്ചത്. അപ്പം ഇത് രണ്ടും നമുക്ക് നോക്കിയിട്ട് വന്ന് എടുക്കാം കേട്ടോ. ഇതെന്തായാലും ബാക്കി എന്തായാലും ഫിക്സ് ചെയ്തില്ലേ, അപ്പൊ ബാക്കി ഇത് രണ്ടും ഫിക്സ് ചെയ്തു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ആ ജ്വല്ലറി ഒക്കെ എടുത്ത് അവിടുന്ന് മാലയും കമ്മലുമാണ് എടുത്തത്. ഇനിയിപ്പോ സൈഡ് ചുട്ടിയും വേറെ നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കണം. പിന്നെ മാലി ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഏകദേശം ഉണ്ടോ നോക്കും കേട്ടോ. കാര്യം ഇതിലും ബെറ്റർ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെടുക്കും. അപ്പൊ നമുക്കിനി എന്താണ് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ തലേ ദിവസത്തെ മെഹന്തിന്റെ ഡേക്കുള്ള ഇവക്കുള്ള ഡ്രസ്സ് എടുക്കണം, ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളും കൊണ്ടുണ്ട്. നോക്കാൻ പോവാം. അപ്പൊ നോക്കാൻ പോകാം. ഷാമിക്ക് മെഹന്തിക്ക് ഇടാനുള്ള ഒരു ചുരിദാർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കാണുന്നതുകൊണ്ടല്ല, നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നോക്കണ്ട, നമുക്ക് ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. രസമല്ലേ ഇത്? അങ്ങനെ കേസ് ഞങ്ങൾ ഓർണമെന്റ്സ് എടുത്ത് പിന്നെ ഷാമിന്റെ ഡ്രസ്സ് നമ്മൾ നോക്കി, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഇത് തിരിച്ച് നടക്കണം കേട്ടോ. ഇപ്പോഴും നല്ല മഴയാണ്. എങ്ങനെയെങ്കിലും നാളെ ഇറങ്ങേണ്ടി വരും. നല്ല മഴയും തിരക്കും ഒക്കെ ആയി. അപ്പൊ മറ്റേ ഓർണമെന്റ്സ് ചുട്ടി നോക്കാൻ പോണ്ടേ? നോക്കി നോക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കാം. മാക്സിമം നമുക്ക് ഇന്ന് എടുക്കാം, കാരണം അധികം ദിവസമില്ല. ലാസ്റ്റ് ഒരു 3 ഡേയ്സ് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് നടക്കാം. ലാസ്റ്റ് ഒരു 3 ഡേയ്സ് നമുക്ക് എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ഇവള് ഫേഷ്യലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, വെറുതെ ടാൻ അടിക്കും. അപ്പൊ മാക്സിമം പണികൾ നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതൊന്നും നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വിചാരിച്ചത് നടത്താൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കാൻ നല്ല വിഷമം. ഞാൻ ഉച്ചക്കൊന്നും തിന്നിട്ടില്ല. എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ പറ്റില്ല, മുഖത്ത് ഭയങ്കര എനർജി ഉണ്ട്. പറഞ്ഞറിയിച്ചെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ നാച്ചോസ് ഓർഡർ ചെയ്തിരുന്നു. അത് ഇപ്പത്തെ ജൂന് വന്നിട്ടുണ്ടോ? ഹായ് ഹായ് പറയണം. ഇപ്പത്തെ ജൂന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ നാച്ചോസ് കഴിക്കാം. പിന്നെ എന്തായാലും ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഓൺ ദ വേ. അതാ 2 ബർഗർ. ചായ കുടിച്ച് കഴിയാനായി ഗൈസ്, നമുക്ക് ബർഗർ കഴിക്കാം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഷാമീന്റെ നെക്ലസ് എടുത്തു, പിന്നെ കമ്മൽ എടുത്തു. ബാക്കി ഇനിയിപ്പോ നമുക്ക് നെറ്റിച്ചുട്ടി എടുക്കാനുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം ഇവളെ ഡ്രസ്സ് ഉണ്ട്, ഞങ്ങളെ ഡ്രസ്സ് ഉണ്ട്. അതൊക്കെ എടുക്കാനും ഒരുപാട് വഴികൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ നാളെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇന്ന് ഇവക്ക് നേരെ ഇല്ല, ഇവക്ക് നേരെ ജുനുവിന്റെ ഡ്രസ്സ് നോക്കാനൊക്കെ പോകാനുണ്ട്. അത് ഇനി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അത് ഇന്ന് പോയിട്ട് ഏകദേശം ഒരു ക്ലാരിറ്റി തീരുമാനമാക്കി എടുക്കാണ്ട് ജുൻകാരൻ്റെ അതൊന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല. എന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരാറിട്ട് ലേറ്റ് ആയി പോയി. അപ്പൊ അത് പോയിട്ട് ഇന്ന് എന്തായാലും നോക്കണം. അപ്പൊ ഗൈസ്, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അടുത്തൊരു വ്ളോഗിൽ വരുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ.